വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെ സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും. കോട്ടനാട് ഗവൺമെന്റ് യു പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച് ക്യാമ്പിലുള്ളവർക്ക് ആശ്വാസം പകരുകയായിരുന്നു മന്ത്രിമാർ. ക്യാമ്പിൽ കഴിയുന്നവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുമെന്നും 4 മന്ത്രിമാർക്ക് ചുമതല നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുനരധിവാസം ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാന ശ്രദ്ധ രക്ഷാപ്രവർത്തനത്തിലാണ്. തൽക്കാലം ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കും. പുനരധിവാസ പ്രക്രിയയ്ക്ക് ഫലപ്രദമായ നടപടി സ്വീകരിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇനിയും തുടരും. വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നുള്ളവരുടെ സ്വകാര്യത സൂക്ഷിക്കാനാവും വിധം ക്യാമ്പുകൾ ക്രമീകരണം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്യാമ്പിനകത്ത് കുടുംബാംഗങ്ങൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. ക്യാമ്പിനകത്ത് താമസിക്കുന്നവരെ കാണാൻ പോകുന്നവർക്ക് സംസാരിക്കാൻ ഒരു പൊതു സൗകര്യം ഒരുക്കും. ക്യാമ്പിനകത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നല്ല നിലയിൽ പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസത്തിന് നേരിട്ട് സഹായവുമായി ആരും വരരുതെന്നും അത് സ്വീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകില്ല. കുട്ടി എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വിദ്യ നൽകാനാവും. പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാനാവില്ല. മാനസികാഘാതം പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറമാണ്. എല്ലാവർക്കും കൗൺസിലിംഗ് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ പേരെ ദൌത്യത്തിന്റെ ഭാഗമാക്കും. ആദിവാസി കുടുംബങ്ങളെ വനത്തിൽ നിന്നും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അവർ അതിന് തയ്യാറാവാത്തതാണ് പ്രധാന കാരണം. അവർക്കുള്ള ഭക്ഷണം എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ യന്ത്രങ്ങളടക്കം എത്തിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമായി നടത്തുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വയനാട്ടിൽ സർവകക്ഷി യോഗത്തിനും മന്ത്രിസഭാ യോഗത്തിനും ശേഷം ക്യാമ്പിൽ സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട്ടിലേത് മഹാദുരന്തമാണ്. പകർച്ചവ്യാധി തടയാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് ആരോഗ്യമന്ത്രിയും അറിയിച്ചു. ആരോഗ്യവകുപ്പുകൾ മുന്നറിയിപ്പുകൾ അംഗീകരിക്കണം. മൃതദേഹം തിരിച്ചറിയാനുള്ള സ്ഥലത്ത് ആളുകൾ തള്ളിക്കയറരുത്. ചത്ത മൃഗങ്ങളെയും കൃത്യമായി സംസ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 12 മന്ത്രിമാർ വയനാട്ടിലുണ്ട്. എല്ലാവരും ഇവിടെ തുടരുന്നത് പ്രായോഗികമല്ല. റവന്യൂ, വനം, ടൂറിസം, SC/ST മന്ത്രിമാർ അടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുമെന്നും ശ്രീറാം സാംബശിവ റാവു പ്രത്യേക ഉദ്യോഗസ്ഥനായി തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.